ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എജുബോർഡ്. യെസ്, ജലബാങ്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നുണ്ട് അല്ലെ. അതായത് നമ്മൾ ഇനിയുള്ള കുറേ കാലം കഴിഞ്ഞിട്ട് അല്ലെ, അങ്ങോട്ടുള്ള കുറേ കാലത്തേക്ക് നമ്മൾ എന്താണ് വെള്ളം ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വർഷം കഴിയുന്ന സമയത്ത് എന്തുണ്ടാവില്ല, വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ ആ സമയത്ത് വെള്ളം ഉപയോഗിക്കാൻ ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് ജലബാങ്കുകൾ പോലെയുള്ള കാര്യങ്ങളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും എന്നാണ് കവി നമ്മളോട് കളിയാക്കി അല്ലെ, നമ്മളിന്ന് കളിയാക്കി കവി പറയാണല്ലേ. അതായത് ഇന്നുള്ള ആളുകൾ എന്ത് ചെയ്യണം, നാളത്തെ തലമുറയ്ക്ക് വേണ്ടി, നാളേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ജലം സംരക്ഷിക്കണം. അത്തരത്തിലുള്ള ഒരു ചാപ്റ്റർ ആണ് ജലബാങ്ക് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ജലസംരക്ഷണത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ജൽ സംരക്ഷൺ കാ സന്ദേശ് ദേത്തെ ഹുയെ ഏക് പോസ്റ്റർ തയ്യാർ കരേം. അപ്പം ജലസംരക്ഷണം അല്ലെ, ജലസംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യത്തിന് മാത്രം, അത് മിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ ജലം ഉപയോഗിക്കണം. അപ്പൊ അത്തരത്തിലുള്ള ഒരു മെസ്സേജ് ആളുകൾക്ക് കൊടുത്തുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഉറപ്പിച്ചോ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പോസ്റ്റർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും ആ ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങളുടെ കൂട്ടത്തിൽ കലാകാരന്മാരും കലാകാരികളൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യാ, നല്ലൊരു ബോക്സ് ഒക്കെ വരച്ചിടുതേ, ഇതുപോലെ ഒരു ടാപ്പ് ഇങ്ങനെ വെള്ളം വരുന്നു, അതിങ്ങനെ അടിയിൽ നമ്മളിങ്ങനെ സംരക്ഷിച്ച് കൊടുക്കുക, അതായത് കൈ ഇങ്ങനെ കൊടുത്തിട്ടൊക്കെ വരയ്ക്കാം. ഇനിയിപ്പോ ചിത്രം വരയ്ക്കാൻ അറിയില്ല, മാർക്ക് പോവാ, അതൊന്നും ഇല്ല കേട്ടോ. ഞാൻ വെറുതെ ഒരു കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങളുടെ പോയിന്റ്സ് എന്താക്കിയാൽ മതി, അടിപൊളിയാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നോക്കിക്കട്ടെ, സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ഇപ്പം തന്നെ എന്ത് ചെയ്തോളാം, ഇത് അങ്ങോട്ട് പഠിച്ചോളാം. ഓക്കെ, ജൽ പ്രകൃതി കാ അമൂല്യ വരദാൻ അല്ലേ. ജലം എന്താണ്, പ്രകൃതിയുടെ അമൂല്യമായിട്ടുള്ള വരദാനമാണ്. സഭി കാ അസ്തിത്വ ജൽ പർ നിർഭർ അല്ലെ. അപ്പൊ എന്താണ്, എല്ലാവരുടെയും അസ്തിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിലനിൽപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലാ. വെള്ളം ഇല്ലാതെ ഏതെങ്കിലും മനുഷ്യർക്കോ അല്ലെ ജീവജാലങ്ങൾക്കോ മുന്നോട്ട് പോകാൻ പറ്റുമോ, ഇല്ല അല്ലെ. നമുക്കറിയാം, കുറച്ചു നേരം വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മൾ വാടും. ഇനിയിപ്പോ ചെടിക്കൊക്കെ നമ്മൾ നനച്ചു കൊടുത്തില്ലെങ്കിൽ നമുക്കറിയാം, ചെടി വാടും അല്ലെ. അതായത് വെള്ളം എല്ലാവർക്കും ആവശ്യമാണ്. ഓക്കെ, ദെൻ ജൽ കാ ദുരുപയോഗ മത് കരോ, ജൽ കാ ഉപയോഗ സാവധാനി സേ. അപ്പൊ എന്താണ്, ജലത്തെ എന്ത് ചെയ്യണം, ദുരുപയോഗം ചെയ്യരുത്. അതായത് നമ്മൾ ആവശ്യമൊന്നും ഇല്ലാതെ, അതായത് നമുക്കിപ്പോ നമ്മളിങ്ങനെ ടാപ്പ് തുറന്നിട്ടിട്ട് നമ്മൾ ഇങ്ങനെ വെള്ളം കൈ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക, പക്ഷെ നമുക്ക് ആവശ്യത്തിലധികം വെള്ളം എന്ത് ചെയ്യുന്നുണ്ടാവും, താഴേക്ക് പോകുന്നുണ്ട്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യാ, വെള്ളം മിതമായ രീതിയിൽ, വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. വെള്ളത്തെ എന്ത് ചെയ്യരുത്, ദുരുപയോഗം ചെയ്യരുത്. ജൽ ജീവാമൃത ഹേ, ജൽ നഹി തോ കൽ നഹി. ജലം എന്താണ്, ജീവാമൃതമാണ്. വെള്ളമില്ലെങ്കിൽ എന്തില്ലടാ, നാളെ ഇല്ല. ജലസ്രോതോ പ്രദൂഷിത് മത് കരോ. ജലസ്രോതസ്സുകളൊക്കെ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മലിനപ്പെടുത്തുന്നുണ്ട് അല്ലെ. ചപ്പുചവറുകൾ, വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുഴ, അതുപോലെ തോടുകള്, കുളങ്ങളൊക്കെ നമ്മൾ നശിപ്പിക്കുന്നു. അതെന്ത് ചെയ്യരുത്. ശുദ്ധജൽ സ്വസ്ഥ ജീവൻ കാ ആധാർ. ശുദ്ധജലിൽ, അതായത് ശുദ്ധമായ ജലം എന്താണ്, സ്വസ്ഥ, അതായത് ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിന് എന്താണ്, ശുദ്ധജലം അനിവാര്യമാണ്. അപ്പൊ ഇതിലെ എല്ലാ പോയിന്റ്സും എൻ്റെ മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 3 പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചിട്ട് വെക്കാം. 4 പോയിന്റ്സേ ഉള്ളൂ. അപ്പൊ എന്താണ്, ഇതിലുള്ള ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു ഒരു 3-4 സെന്റൻസ്, അറ്റ്ലീസ്റ്റ് ഒരു 3 സെന്റൻസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് അത്യാവശ്യം വലുപ്പമുള്ളത് എഴുതുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോസ്റ്റർ. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിന് നമുക്ക് ഈ ഒരു പോസ്റ്റർ പ്രതീക്ഷിക്കാം. 4 മാർക്ക് നമുക്ക് ഉറപ്പാക്കാം. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ട് മിസ്സിനെ പെട്ടെന്ന് തന്നെ കാണാം. അപ്പൊ